എന്താടി മോളെ, നിനക്ക് എന്ത് പറ്റി? അവരെന്താ പറഞ്ഞത്? എന്തായാലും വാ തുറന്ന് പറയടി. നീ ഇങ്ങനെ ചോദിക്കുന്നതിനൊന്നും മറുപടി പറയാതിരുന്ന ഈ അമ്മയ്ക്ക് ഭ്രാന്ത് പിടിക്കും. എന്താണെങ്കിലും പറ, എന്താ നിനക്ക് പറ്റിയത്? സുമംഗലേ, മതി. നീ പുറത്തോട്ട് പോയ കാര്യം ശരിയാവാത്തതിന്റെ വിഷമം കാണുമായിരിക്കും അവക്ക്. ആയിക്കോട്ടെ, എന്നാ അത് വാ തുറന്ന് പറഞ്ഞൂടെ? പറയും, അതിനൊരു സാവകാശം കൊടുക്കണ്ടേ? ഓ, സാവകാശം? എന്ത് സാവകാശം? ഒരുത്തൻ ജയിലിലായി, ഇനി ആകെ ഉള്ളത് ഇവളാ. ഞാൻ ഇവളുടെ ധൈര്യത്തിലാ ഇപ്പൊ പിടിച്ചു നിൽക്കുന്നത്. ഇവള് കൂടി തളർന്നാലും മിണ്ടാതിരുന്നാലും പിന്നെ ഈ കുടുംബം രക്ഷപ്പെടില്ല. ഇവിടെ ആരെക്കാളും ചങ്കുറപ്പുള്ള ഇവളും കൂടി ഇങ്ങനെ തുടങ്ങിയാല്. സുമംഗലേ, നീ വെറുതെ ഓരോന്ന് ചിന്തിച്ച് തലപ്രാന്ത് കൂട്ടണ്ട. നീ അകത്ത് ചെന്ന് ഒരിടത്ത് സമാധാനായിട്ടിരിക്കെ. ഞാൻ കുറച്ചു നേരം മോളുടെ അടുത്തിരിക്കട്ടെ. ചെല്ല്. അമ്മ മോക്ക് കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ? ഇവളിപ്പോ വീട്ടിലായിരിക്കും. മഹേശ്വരി കുഞ്ഞമ്മ വിലക്കിയതാ. എങ്കിലും ഡോക്ടർ അമ്മയോട് ചോദിച്ചു നോക്കാം എന്താ ഞാൻ ചെയ്യേണ്ടതെന്ന്. ഹലോ. ഹായ് വിസ്മു, നീ ഇന്ന് എന്നെ തിരിച്ചു വരില്ലേ? ഞാൻ നിന്നെ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാൻ വരാം നിന്റെ വീട്ടിലേക്ക്. എനിക്കിന്ന് അത്യാവശ്യമായിട്ട് ഡോക്ടർ അമ്മ ഒന്ന് കാണണം. അയ്യോടാ, അത് നടക്കില്ല മോളെ. മമ്മി ഒന്നും പറഞ്ഞിരുന്നില്ലേ നിന്നോട്? ഇല്ല. എന്താ? മമ്മി ഇന്നു മുതൽ ചുരുങ്ങിയത് 2 ആഴ്ചത്തേക്ക് ഒരു ടീമിനോടൊപ്പം തീർത്ഥാടനത്തിന് പോയിരിക്കുക. വിളിച്ചാൽ ഫോണ് പോലും എടുക്കില്ല എന്ന് പറഞ്ഞു. എവിടെയാ പോയത്? ആർത്തുങ്കൽ ചർച്ച്, പരുമല, മലയാറ്റൂർ, വേളാങ്കണ്ണി തുടങ്ങി കേരളത്തിലും തമിഴ്നാട്ടിലുള്ള സകല ചർച്ചുകളിലും ധ്യാനം കൂടിയിട്ടേ മമ്മി ഇനി തിരിച്ചെത്തൂ. ദൈവമേ, നീ ഞാൻ അറിയാതെ മമ്മിയെ വന്ന് കണ്ട കാര്യം ഞാൻ അറിഞ്ഞല്ലോ. എന്താടാ നീയും മമ്മിയും തമ്മിൽ ഞാൻ അറിയാത്തൊരിടപാട്? വല്ല കുഴൽപ്പണം ബിസിനസ് ആണോ ഇത്ര സീക്രട്ട് ആക്കാൻ? ഒന്നുമില്ല, നീ വെച്ചോ, ഞാൻ വിളിക്കാം. നിന്റെ ടെൻഷൻ ഒന്നും ഇതുവരെ മാറിയില്ലേ? ഞാൻ അങ്ങോട്ട് വരണോ നിന്നെ കാണാൻ? അതൊന്നും വേണ്ട, ഞാൻ വിളിക്കാം. ശരിയപ്പോ. ഹലോ വിസ്മയ, ഹലോ. ഛേ, ഈ പെണ്ണിന് ഇതെന്ത് പറ്റി? ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.